ആണ്ടിലൊരിക്കൽ വന്നിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് യൂട്യൂബ് ഇങ്ങോട്ടൊന്നും വെറുതെ തരൂല. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനം ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ചെറിയ അയ്യോ വീട് പൊട്ടേനിപ്പോൾ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ മണിക്കൂറുകളോ ദിവസങ്ങളോ എടുത്തിട്ട് ചെയ്യുന്നുണ്ടാവും, നടക്കാറില്ല. പക്ഷേങ്കിൽ ഇത് ഞാൻ എന്തായാലും ചെയ്യും. പോയി ആ എനിക്കിനി കാത്തിക്കാൻ കഴിയൂല. ഹലോ, അസ്സലാമു അലൈക്കും. ടൈം ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും. രാവിലെ ഒരു 8 മണിയാകുമ്പോൾ എണീച്ചിട്ട് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് ടാബ്ലറ്റ്സ് എടുത്തതിനാൽ പിന്നെ കുറച്ച് കിടക്കണം. പിന്നെ ഉറങ്ങലാണ് പതിവ്. അതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാൻ പറ്റലില്ല. കിടന്നിടത്ത് എണീച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം ഇന്നെന്തായാലും ഒരു വീഡിയോ, ഒരു ക്രാഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് എണീച്ചിട്ടുള്ളത്. അപ്പോൾ ടാബിൾ ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കാം. വൈറ്റ് ടാബിളായതുകൊണ്ട് കുറച്ച് പൊടികളുണ്ടാകും. കാരണം ഈദ് കഴിഞ്ഞതിന് ശേഷം ഈ ടാബിളിൻ്റെ അരിയത്ത് പോലും വന്നിട്ടുണ്ടായിട്ടില്ല. ഈ ഒരു സ്റ്റെൻസിൽ ഞാൻ ഈദിന് കയ്യിലിടാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. സാധാരണ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ഞാൻ എല്ലാവർക്കും കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കും. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ പോലും കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ട് ഏകദേശം ഒരു 1 ഇയർ അങ്ങനെ ആവുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്റ്റെൻസിലാണ് വാങ്ങിയിട്ടുണ്ടായത്. ബട്ട് ഉമ്മാക്ക് ഇട്ടപ്പം തന്നെ എനിക്ക് സ്റ്റെൻസിൽ മടുത്തിട്ടുണ്ടായി. ഈ ഒരു സംഭവം കയ്യിൽ സ്റ്റിക്കാവുന്നേ ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് ഇത് ഇട്ടും പോയി, പകുതി ഇട്ടും പോയി. ഇനി എന്നാൽ ഇത് പറിച്ചെടുക്കാനും കഴിയില്ല എന്നായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് എന്തായാലും ഇത് വേണ്ട, കാരണം കഴിയുന്ന പോലെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ചെറിയ ഡിസൈൻ എടുത്തിട്ട് ഇട്ടു. അപ്പോൾ ഈ ഒരു സ്റ്റെൻസിൽ പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാം, ഒന്ന് പൊടി തട്ടിയെടുക്കാം. എൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2 ഇയർ ആവാനായിരിക്കും. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒരിക്കൽ പോലും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് എനിക്കറിയാം. എത്ര നല്ല വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരായാലും യൂട്യൂബിൽ മെയിൻ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടണം. ഇതില്ലാന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും അവിടെ എത്താനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇത് പറഞ്ഞാൽ പറയും എനിക്ക് ഡെയിലി വീഡിയോ ഇട്ടൂടെ. അങ്ങനെ പറയുമ്പോൾ ഡെയിലി വീഡിയോ ഇടാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. ഇതൊന്നും അറിയാണ്ട് കുറേ ആൾക്കാർ വന്നിട്ടിരിക്കും, നീ കുറേ കാലമായല്ലോ വീഡിയോ ഇടാൻ തുടങ്ങും, നിനക്ക് എനിക്കൊന്നും കിട്ടുന്നൊന്നില്ലേ, നീ എന്തിനാ വെറുതെ വീഡിയോ ഇട്ടിട്ട് ടൈം വേസ്റ്റ് ചെയ്യുന്നു, ഒന്നും ആവുന്നൊന്നുമില്ലല്ലോ. ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്നും. എന്നെ പോലെ ആണ്ടിലൊരിക്കൽ വന്നിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് യൂട്യൂബ് ഇങ്ങോട്ടൊന്നും വെറുതെ തരൂല, അതെനിക്കറിയാം. പിന്നെ പറയുന്ന ആൾക്കാരായിരുന്ന പറഞ്ഞോട്ടെ. പിന്നെ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ഡെയിലി ഷോർട്സ് ഇടാം, ആഴ്ചക്ക് ഒരിക്കലെങ്കിലും ഒരു ലോങ് വീഡിയോ എങ്കിലും ഇടാം. അപ്പോൾ എന്തായാലും സക്സസ് ആവാൻ ചെയ്യും. പിന്നെ ഞാൻ എന്താ വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് ഇടാൻ പറ്റാത്തതും. പിന്നെ ആ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും കാരണം. അപ്പോൾ ഇൻഷാ അല്ലാ എനിക്കൊരു ഹോപ്പുണ്ട്, എന്തായാലും ഇത് റെഡിയാവും. വെയിറ്റ് ചെയ്യാം, കാരണം എല്ലാത്തിനും ഒരു ടൈമുണ്ട്. ഈ യൂട്യൂബ് ചാനലിൻ്റെ ABCD പോലും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലായിരുന്നു. അങ്ങനെ ലൈഫിലൊരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തു. ആ ടൈമിൽ ഞാൻ ചെയ്ത വർക്ക്സിനെല്ലാം നല്ല നല്ല കമൻസ് വരാൻ തുടങ്ങി. അന്നറിയാത്ത ആൾക്കാർ പോലും റീൽസ് ഷെയർ ചെയ്തിട്ട് ഇതുണ്ടാക്കുമോ ചേച്ചി, ഇതുണ്ടാക്കുമോ ഇത്താന്നുള്ള ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമിലാണ് ശരിയായ ഒരു ഇൻട്രസ്റ്റ് വന്നത്, ചെയ്താലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ ആരും അറിയാണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും. അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പം കുറച്ച് റീച്ചെല്ലാം വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീഡിയോസ് ഇടും. വീഡിയോസ് ഇട്ടിട്ട് എന്താ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ഇടാൻ കഴിയാണ്ടായി. അങ്ങനെ പിന്നെ ഈ വന്ന റീച്ചെല്ലാം പിന്നെ ചെറിയ ചെറിയ ഒരു 500-600 വ്യൂസിലേക്ക് എത്തി. പിന്നെ എനിക്ക് കഴിയും, അപ്പോൾ ഞാൻ വീഡിയോ ഇടും. പിന്നെ കഴിയൂല, വീഡിയോ ഇടില്ല. അപ്പോൾ ഇതന്നെയാണ് അവസ്ഥ. അങ്ങനെ എത്തിയത് ഇവിടം വരെ എത്തി. പറയുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്, ഈ ഒരു ഷാർപ്പ്നർ. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനം ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ചെറിയ അയ്യോ വീണ് പൊട്ടുവേനിപ്പോൾ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു ചെറിയ മിനി ടൈപ്പ് ഞാനൊരു കപ്പ് സോസർ അങ്ങനെയല്ലേ പറയാം ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ഇത് ഞാൻ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു മിനിയേച്ചർ സാധനങ്ങൾ. അതവിടെ കിട്ടെ, ബാക്കി കഥ പറയാം. വ്യൂസ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പോയാലോ എന്ന് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. കാരണം ഈ ഒരു ക്രാഫ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തതിൽ പിന്നെയാണ് മൈൻഡ് ബിസി ആയതും ഹീലാവാൻ തുടങ്ങിയതും. അപ്പോൾ പിന്നെ ഇത് ചെയ്യാത്ത ഒരു ദിവസം പോലും ഇല്ല. ഒരു അരമണിക്കൂറിൽ തീരേണ്ട ക്രാഫ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഞാൻ മണിക്കൂറുകളോ ദിവസങ്ങളോ എടുത്തിട്ട് ചെയ്യുന്നുണ്ടാവും. എന്നാലും സാരമില്ല, ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിലും ഞാനിത് ചെയ്യും. കാരണം ഇത് ചെയ്തിട്ടില്ലേ പിന്നെ അന്നത്തെ ആ ഒരു ദിവസം എന്തോ ഒരു മൂവ് ഓൺ ആകാത്ത പോലെ ആയിരിക്കും. അപ്പോൾ ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാം. ഇതിൽ നിന്നെല്ലാം ഞാനൊരു കാര്യം മനസ്സിലാക്കി.
നമുക്കറിയുന്ന ആൾക്കാരെക്കാട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. നമ്മൾ അറിയുക കൂടെയും ചെയ്യില്ല, അങ്ങനത്തെ ആൾക്കാരായിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. സപ്പോർട്ട് ചെയ്യാനും ബെറ്ററായി ചെയ്യുമെന്ന് പറയാനും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനും ബെറ്ററായി ചെയ്യുമെന്ന് പറയാനുള്ള ആൾക്കാരുള്ളപ്പോൾ നമ്മളെന്തിനാണ് വേറെയുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യം. ഞാനിതിൽ ഫസ്റ്റ് വീഡിയോ ഇടുന്ന ടൈമിൽ കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ടാണ് ചെയ്തിട്ടുണ്ടായത്. കാരണം എൻ്റെ മൈൻഡ് ബിസിയാണെന്ന് മാത്രമുള്ളൊരു തോട്ടേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഇപ്പം അങ്ങനെയല്ല, എന്തെങ്കിലുമെല്ലാം ആവണം, എന്തെങ്കിലും ആക്കിയെടുക്കണം എന്നുള്ളൊരു ചിന്തയാണ്. ഇൻഷാ അള്ളാ എന്തായാലും റെഡിയാവും. അപ്പോൾ ടാബിലുള്ള ഡസ്റ്റെല്ലാം പോക്കിയിട്ട് എല്ലാ സാധനവും മര്യാദയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിനി. എന്ത് ക്രാഫ്റ്റ് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഒരു പോട്ട് ഉണ്ടാക്കണമെന്ന് കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നത്. പോട്ട് ഉണ്ടാക്കിയെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ചാനലിൽ ഇട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് ഇതന്നെ ചെയ്യാം. ചാംസ് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള പൈപ്പ് ക്ലീനേഴ്സാണ് ഈ ഒരു ഗ്രീനും ബ്രൗണും. ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ടായിന്. പിന്നെ 2-3 കളറ് ഈ പിങ്കും ആ ഒരു പേസ്റ്റൽ കളേഴ്സെല്ലാം ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് പോട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു പേപ്പർ കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് കട്ട് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് എത്ര വേണോ അത്ര ആ ഒരു ഹൈറ്റിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിട്ടെടുത്തത്. നന്ന ചെറുതുമല്ല വലുതുമല്ല എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൈപ്പ് ക്ലീനർ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ കപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഹൈറ്റിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എത്ര പൈപ്പ് ക്ലീനർ വേണമെന്നുള്ളത് നോക്കാൻ മറന്നു പോയിട്ടുണ്ടായിന്. ഞാനിങ്ങനെ കട്ട് ചെയ്ത് പോയാണ് ചെയ്തിട്ടുള്ളത്. എത്ര വേണമെന്നുള്ളത് എണ്ണ മറന്നു പോയിട്ടുണ്ടായിന്. ഇവിടെ വെച്ച പൈപ്പ് ക്ലീനർ ഫുള്ളായിട്ട് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിന്. കറക്റ്റാണ്. എനിക്ക് ക്രാഫ്റ്റ് വീഡിയോസ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അധികവും കാണാൻ കൊറിയൻസിൻ്റെ ക്രാഫ്റ്റ് വീഡിയോസാണ്. ഇവരാണ് ഈ പുതിയതായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരാം. ആ ഒരു ടൈമിൽ ഈ പൈപ്പ് ക്ലീനറെല്ലാം കാണുമ്പോൾ ഞാൻ വിചാരിക്കലുണ്ട് ഇതെന്താണ് സാധനം, ഇതിനെ കൊണ്ട് എങ്ങനെയാണ് ഇവർ ഈ ഫ്ലവേഴ്സെല്ലാം ഉണ്ടാക്കുന്നത്. ബട്ട് ഇപ്പം നമ്മളെ അടുത്ത് അവൈലബിൾ ആയിട്ട് കിട്ടിയാലല്ലേ മനസ്സിലായത് ഇത് സിമ്പിളായിരുന്നു ഉണ്ടാക്കാൻ. ഇപ്പോൾ ഏത് ഷോപ്പിൽ പോയാലും പൈപ്പ് ക്ലീനേഴ്സ് ചോദിച്ചാൽ കിട്ടുന്നുണ്ട്. ആദ്യമൊന്നും അങ്ങനെയല്ല, ഓൺലൈനിൽ മാത്രമേ ഇതിന് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഷോപ്പിലെല്ലാം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ കട്ട് ചെയ്ത ഈ ഒരു പൈപ്പ് ക്ലീനർ കപ്പിൻ്റെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, ഗമ്മൊന്നും യൂസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കപ്പൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. പിന്നെ ഒരു കാര്യം, ഇനി മുതൽ ഷോർട്സ് എന്തായാലും എനിക്ക് ഇടാനൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് വീക്കിലി വെനസ്ഡേ ഒരു വീഡിയോ ഇടാമെന്നാണ്. ഈവനിങ് 5 o'clock ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതാവുമ്പോഴെങ്കിലും ലോങ് വീഡിയോ വെച്ചിട്ട് ഇങ്ങനെ കൺസിസ്റ്റൻ്റ്ലി ഇങ്ങനെ പോകുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറ്റുമെങ്കിൽ 1-2 ഷോർട്സ് ഇടും. നിങ്ങളെ സപ്പോർട്ടാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ തൊട്ട് കുറച്ചും കൂടി അങ്ങോട്ട് ഹാർഡ് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എപ്പോഴും വീഡിയോ എടുക്കുന്ന സമയത്ത് തോന്നുന്നതാണ് ഹാർഡ് വർക്ക് ചെയ്യണം, എനിക്ക് കുറച്ച് പ്രൊഡക്റ്റീവ് ആണെന്നുള്ള വിചാരിക്കുന്നതാണ്. ബട്ട് ഒന്നും നടക്കാറില്ല. പക്ഷേങ്കിൽ ഇത് ഞാൻ എന്തായാലും ചെയ്യും. ഇനി നമുക്ക് പോട്ടിൻ്റെ കാര്യം പറയാം. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്കിയുള്ള 2 പൈപ്പ് ക്ലീനേഴ്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ അടിഭാഗമില്ലേ ഇവിടെ അവിടെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. ഇത് റോൾ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഗ്ലൂ ആക്കി കൊടുക്കാം. ഉള്ള പൈപ്പ് ക്ലീനർ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ നിന്നത്. ഇതാമത്തെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ പോട്ട് ഇവിടെ പകുതിക്കിടേണ്ട കാര്യമാണ്. കാരണം ഇതാ കണ്ടില്ല, കറക്റ്റ് അതെങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല, കറക്റ്റായിരുന്നു. നെക്സ്റ്റ് ഈ പോട്ടിൻ്റെ ഉള്ളിലൊന്ന് കാർഡ്ബോർഡ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കാർഡ്ബോർഡ് ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാർഡ്ബോർഡ് റോൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ള സാധനം വെച്ചിട്ട് റോൾ ചെയ്തിട്ട് ഒന്ന് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഒട്ടിക്കാന്നല്ല ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നടുക്കൊരു ഹോൾസ് ആക്കണം കേട്ടോ. നമ്മൾ ഈ ഫ്ലവേഴ്സ് അതിൽ വെക്കണമല്ലോ, അപ്പോൾ അതിനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ഞാൻ വിചാരിക്കുന്നത് ഇതിൽ ട്യുലിപ്പ് ഉണ്ടാക്കാനാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ അടുത്ത് പേസ്റ്റൽ കളേഴ്സ് അങ്ങനെ ഇല്ല, ഈ ഒരു ബ്രൗണും ഗ്രീനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് ട്യുലിപ്പ് ഉണ്ടാക്കാൻ. ട്യുലിപ്പ് ഉണ്ടാക്കാൻ ഒറ്റ പെറ്റലേ വേണ്ടുള്ളൂ, ഒറ്റ പൈപ്പ് ക്ലീനറേ വേണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടിപ്പോയ ഒരു 4 പിങ്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ ട്യുലിപ്പ് ഉണ്ടാക്കാൻ ഈസി കേട്ടോ, അങ്ങനെ കുറേ പണിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ടുള്ള സംഭവം തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു പൈപ്പ് ക്ലീനർ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഈ ഒരു സൈസിലെടുക്കുക, എന്നിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തോട്ട്. അപ്പോൾ ഈ ഒരു സൈസിൽ തന്നെ ഒരു 3 ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗത്തുള്ളത് കംപ്ലീറ്റ് ആവും. ഇതിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് തിരിയും. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല.
ട്വിസ്റ്റ് ചെയ്ത് പോകുമ്പോൾ പകുതി ആകുമ്പോഴത്തേക്കിന് നമുക്കൊരു ഐഡിയ കിട്ടും ടുലിപ്പിൻ്റെ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊരു ഗ്രീൻ പൈപ്പ് ക്ലീനർ ഇങ്ങനെ സ്റ്റെമ്മ് പോലെ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് റോൾ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഒന്നെടുക്കാം. അപ്പോൾ ഈ ഒരു പോട്ട് ഈ ഡൈനിങ് ടേബിളിൽ വെക്കാം. ഈ ഒരു പോട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇവിടെ വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് വെക്കുമ്പോൾ ഒരു ജൂട്ട് മാറ്റിൻ്റെ കുറവുണ്ടല്ലേ. ഇനി ഈ വോയിസ് എടുക്കൽ നടക്കില്ലെന്ന് തോന്നുന്നു. കാരണം നിങ്ങളിത് കേൾക്കുന്നുണ്ട് എൻ്റെ റൂമിൻ്റെ വിൻഡോൻ്റെ മേലയിൽ പോയി ഒരു പ്രാവ് വന്നിട്ട് എപ്പോഴും ഒച്ചപ്പടക്കും. അപ്പോൾ ഇതിന് കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് വോയിസ് ഇടുന്നത്. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം എനിക്കിനി കാത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.